ജോണിനെ പോലെ തന്നെ എൻ്റെ കസിൻസ് ആയിട്ടുള്ള അക്കുവിൻ്റെയും ജീവൻ്റെയും ഹോളി കമ്മ്യൂണിയൻ സെയിം ഡേ സെയിം പള്ളിയിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ പള്ളിയിലത്തെ സെറമണീസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് അവരുടെ വീട്ടിലേക്ക് അവരുടെ സെലിബ്രേഷൻ്റെ ഒരു പാർട്ടാവാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ ആസ് യൂഷ്വൽ ഞങ്ങൾ ചെന്നപ്പോൾ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അവിടെ കേക്ക് കട്ടിങ് അങ്ങനത്തെ മേജർ ഇവൻറ്റ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ ചെന്നപ്പോഴത്തേനും അവർ ഓടി വന്ന് കേക്കും ജ്യൂസും ഐസ്ക്രീമും ഒക്കെ തന്നു കേട്ടോ. ആൻഡ് അവിടെ കുറച്ച് നേരം എല്ലാ ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ട് വിശേഷങ്ങൾ പറഞ്ഞും ജീവനെയും അക്കുവിനെയൊക്കെ കൺഗ്രാജുലേറ്റും ചെയ്തിരുന്നപ്പോഴാണ് ജോൺ എന്നെ വന്നൊരു കാര്യം കാണിക്കുന്നത്. ഇത് കണ്ടോ, അവൻ്റെ ഫ്രണ്ട് ആ കുട്ടിയുടെ ഹോളി കമ്മ്യൂണിയൻ ഡേക്ക് വേണ്ടിയിട്ട് സെൽഫായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ക്യാൻഡിൽ റിട്ടേൺ ഗിഫ്റ്റാണ്. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നി. അങ്ങനെ അതൊക്കെ കണ്ട് മിയ ബേബീനെ ഞാൻ കളിപ്പിച്ചുകൊണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു. മിയ ആക്ച്വലി ജപ്പാനിലാണ് ജനിച്ചത്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവളെ മിയാച്ചാൻ എന്നാണ് വിളിക്കുക. എന്തായാലും അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പതുക്കെ തറവാട്ടിലേക്ക് പോന്നു. കാരണം ഇനി രാത്രിയിലത്തെ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ.